ഹലോ ഫ്രണ്ട്സ്, ഞാൻ സ്വയം ചെയ്യുന്നത്. അപ്പോൾ പുതുതമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിൽ തമ്പനയിൽ എങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് മൊബൈലിൽ ഉണ്ടാക്കാമെന്ന് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുവരെ യൂട്യൂബിൽ വീഡിയോ ഇട്ട് ഒരുവിധ എല്ലാ തമ്പനയിലും ഞാൻ മൊബൈലിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മൊബൈലിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള തമ്പനയിൽ ഉണ്ടാക്കാൻ പറ്റിയ 3 ആപ്ലിക്കേഷനുകളുണ്ട്. അപ്പോൾ ഈ ഒരു 3 ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള തമ്പനയിലുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഏതൊക്കെയെന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ചേർക്കാൻ വേണ്ടി ചാനൽ അറിയിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അത് നോട്ടിഫിക്കേഷൻ പ്ലേ അങ്ങനെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആപ്പ് എന്ന് പറയുന്നത് മലയാളം ടെസ്റ്റ് ആൻഡ് ഇമേജ് എഡിറ്ററാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള മലയാളം ടെസ്റ്റുകൾ നമ്മുടെ തമ്പനയിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോട്ടോ ആഡ് ചെയ്യുക, അതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ സൈഡിൽ നിന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഇഷ്ടംപോലെ ഓപ്ഷനുകൾ ഉണ്ട്. അതിൽ ടെസ്റ്റ് എടുക്കുക. അപ്പോൾ അതിലെന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് അടിപൊളി എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം സ്പേസ് ബാർ അമർത്തുമ്പോൾ മലയാളത്തിലായി കിട്ടും. അതിനുശേഷം ഇവിടെ ഇഷ്ടംപോലെ ഓപ്ഷനുകൾ വരും. ഫോണ്ടിന്റെ കളർ, ഷേപ്പ്, സൈസ്, അതേപോലെ തന്നെ ഫോണ്ടുകൾ തന്നെ ഇഷ്ടംപോലെ അടിപൊളിയായിട്ടുള്ള മലയാളം ഫോണ്ടുകൾ ഇതുപോലെ കാണാൻ പറ്റും. അപ്പോൾ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ മിക്കപ്പോഴും യൂസ് ചെയ്യാനുള്ള ഫോണ്ടാണ് ഇത്. അപ്പോൾ ഇതിന് ജസ്റ്റ് കളർ ഞാൻ ജസ്റ്റ് ഇപ്പോൾ യെല്ലോ കളറാക്കാണ്. അതിനുശേഷം ഇവിടെ സൈസ് സ്ട്രോക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ഔട്ട്ലൈൻ ഇതുപോലെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള മലയാളം ഫോണ്ടുകൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ആപ്ലിക്കേഷൻ, ഫോട്ടോ എഡിറ്റർ എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാണ് ഭയങ്കര സൈസ് കുറവുള്ള ആപ്ലിക്കേഷൻ, 4 MB സൈസ് ഉള്ള, പക്ഷേ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം എൻ്റെ ഒരു ഫോട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോർമലായിട്ട് ഫോട്ടോ എഡിറ്റിങ്ങിന് വേണ്ട എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. അപ്പോൾ കളർ അഡ്ജസ്റ്റ്മെന്റ്, ലെവൽസ്, എഫക്റ്റ്, പിന്നെ അതേപോലെ തന്നെ ഫ്രെയിം, പിന്നെ അതേപോലെ തന്നെ കളക്ഷൻ, ഡീനോയ്സ്, ഡ്രോയിങ്, ക്ലോണ്, പിന്നെ ടെസ്റ്റ് അല്ലെങ്കിൽ ഇമേജസ് മുകളിൽ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഷേപ്പുകളുണ്ട്, റൊട്ടേഷൻസ്, വെയിറ്റ്, ക്രോപ്പ്, അങ്ങനെ നമുക്ക് നോർമലായിട്ടുള്ള ഫോട്ടോ എഡിറ്റിങ്ങിന് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ 3ാമത്തെ ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് നല്ല 3D ആയിട്ടുള്ള ടെസ്റ്റുകൾ നമ്മുടെ ഫോട്ടോയിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരാം. അപ്പോൾ ഈ മുകളിലുള്ള ഐക്കണാമത്തതിന് ശേഷം നിങ്ങൾ ഇമേജിൽ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ മുകളിൽ പെൻസിൽ ഐക്കണാമത്തെ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ സ്റ്റുഡിയോ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാണ്. അതിനുശേഷം ഡണ്ണ് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സ്റ്റുഡിയോ എന്ന് വരും. അതിനുശേഷം ഇവിടെ സ്റ്റൈലിന് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് കളറുകൾ മാറ്റാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ സ്ട്രോക്ക് കൊടുക്കണമെങ്കിൽ സ്ട്രോക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഷാഡോ കൊടുക്കണമെങ്കിൽ ഷാഡോ കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. സ്പേസിങ്, കർവിങ്, ബ്ലെൻഡ്, അങ്ങനെ ഇഷ്ടംപോലെ ഓപ്ഷനുകൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ബ്ലെൻഡ് ആക്കാനൊക്കെ പറ്റും. പിന്നെ അതേപോലെ തന്നെ സ്ട്രോക്ക് നമുക്ക് 3D ആക്കി കൊടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ 3D സ്ട്രോക്ക് പോലെയൊക്കെ കൊടുക്കാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് 3D ആയിട്ടുള്ള ടെസ്റ്റ് ചെയ്ത ആപ്പ് ഉപയോഗിച്ച് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അത് നോട്ടിഫിക്കേഷൻ പ്ലേ. പിന്നെ സംശയങ്ങൾ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് അറിയപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.